സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ റീറ്റെയിൽ സ്റ്റോഴ്സിൻ്റെ തന്നെ അടുത്തൊരു പാട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഇവിടെ നമ്മുടെ കടയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചധികം കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ പൈസ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം $2000 അടുത്ത് നമ്മുടെ കയ്യിലുണ്ടായി. നമ്മുടെ കടയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അത്യാവശ്യം സാധനങ്ങളും ഉണ്ടാവും. പിന്നെ ഞാൻ നമ്മുടെ കടയിൽ കുറച്ചധികം അപ്ഗ്രഡേഷനൊക്കെ നടത്തി. ഈ സിരിയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും സെക്ഷൻ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സിരിയിൽ അങ്ങനത്തെ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഈ പെട്ടിയിലുള്ള ഇങ്ങനത്തെ നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ തിന്നില്ല, ചോക്കോസുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വെക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അത്യാവശ്യം ഇങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട കാരണം കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഏകദേശം $300 നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും ഈ കട ഒന്ന് വെൽ ഓർഗനൈസ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ വേണം. ഷെൽഫ് വാങ്ങാനും ഫ്രീസർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമുക്ക് അത്യാവശ്യം നല്ല പൈസ വേണം. പിന്നെ നമ്മൾ വീണ്ടും വീഡിയോ എടുത്തിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ലെങ്ത് ആവുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് കളിച്ച് പൈസ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച് നമ്മുടെ കട വലുതാക്കിയപ്പോൾ ആൾക്കാർ വരുന്നതിൻ്റെ ഇത് കൂടിയിരിക്കണ്, വരുന്ന ലെവൽ കൂടിയിരിക്കണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് ഇനി നമുക്ക് പ്രമോഷനൊന്നും ചെയ്യേണ്ടി വരില്ല തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ കട തുറന്നിട്ടിട്ടുണ്ട്. ആൻഡ് നമുക്ക് കട എന്തായാലും നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാൻ വേഗം പോയിട്ട് ഈ സാധനങ്ങൾ മൊത്തം ഒന്ന് വിറ്റ് നമുക്ക് എത്ര പൈസ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മളെന്തായാലും ആ ഒരു പണി എന്തായാലും നമ്മൾ തീർത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം $3400 ഈ കട മൊത്തം കാലൊക്കെ ഇപ്പോൾ കിട്ടി. നമുക്ക് ഓരോരോ സെക്ഷനിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ മേടിച്ച് തുടങ്ങാം. അതിനും ഒരു കാര്യം ചെയ്യണം. കാരണം ഈ ചെങ്ങായിനൊന്ന് പോയി പോസാക്കണം. കാരണം ഇയാൾ നമ്മുടെ സാധനങ്ങൾ വന്നപാട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് എടുത്ത് വെക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇയാൾ മറ്റേ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കുമല്ലോ, ഒരു പ്രശ്നമാണ്. നമുക്ക് ഇത് രണ്ടീച്ച് എടുക്കാം. ഓക്കെ, സെറ്റ്. $90 നമുക്ക് എന്തായാലും ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഷെൽഫുകളിൽ ഇത് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, നമുക്ക് ഈ ഈ ഷുഗറും പിന്നെ ഫ്ലോറുമാണ് നമ്മൾ ഫസ്റ്റ് ഈ ഷെൽഫിൽ വെക്കുന്നത്. നമുക്ക് പ്രൈസൊക്കെ മാറ്റി കൊടുക്കുക. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 2. ഓക്കെ, ഇതന്നെ മതി, $5 തന്നെ മതി. 5 തന്നെ കിടന്നോട്ടെ. 5 നമുക്ക് വേണമെങ്കിൽ വിറ്റ് നോക്കാം. പക്ഷേ വിൽപ്പനൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ഫുള്ളൊന്ന് സെറ്റാക്കാനാണ് നമ്മുടെ മെയിൻ പണി. അടുത്ത കൂടി നമുക്ക് താഴെ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ ഓർഡറിൽ വെച്ച് പോവുക, അതാണ് നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം. ഞാൻ എന്തായാലും ഈ ഒരു സെക്ഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഇവിടെ കട അടച്ച് വെക്കാൻ മറന്നുപോയല്ലോ. ഇത് ആൾക്കാർ ഇതിപ്പോൾ തന്നെ വന്ന് വാങ്ങണ്. ക്ലോസ് ആക്കി വെക്കാം. 2 ആൾക്കാർ കയറി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ പ്രൈസ് ഇട്ട ഭാഗ്യം, അല്ലെങ്കിൽ കിട്ടിയ പ്രൈസിൻ്റെ ആൾക്കാർ മേടിച്ച് പോയി നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകാതിരുന്നിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇതുകൂടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കട ക്ലോസ് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഫില്ലാക്കി നമുക്ക് ലാസ്റ്റ് ഫില്ലാക്കിയാൽ മതിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ നമുക്ക് ഇത്രയും സാധനങ്ങളുടെ ലൈസൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ നോക്കി നോക്കട്ടെ. വേണ്ട, ഡ്രൈ ബേക്കിങ്ങിൽ ഇത്ര സാധനങ്ങളുടെ ലൈസൻസ് തന്നെ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ബിവറേജിൽ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ബിവറേജൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് മുട്ടായിയുടെ സെക്ഷനാണ്. മുട്ടായിയുടെ സെക്ഷൻ നമുക്കിത് ഇത്ര മേടിക്കും. നമ്മൾ പൈസ മൊത്തം ചിലവാന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇങ്ങനെ ഒന്ന് സെറ്റാക്കി നോക്കാം. സിരിയിൽ പിന്നെ നമ്മൾ വേറെ സെക്ഷനാക്കി നമ്മൾ വെച്ചിക്കണം. നമ്മൾ സിരിയിൽ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് 2 വേണം. പിന്നെന്താ ഒരു മുട്ടായി ഇവിടെ ഉണ്ടല്ലോ. ഇത് 2 ഉണ്ടായിക്കൊണ്ട് പോളാർ ബിയറിൻ്റെ മുട്ടായി. ഓക്കെ, അതെന്തായാലും സെറ്റായിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമുക്ക് അത്യാവശ്യം ചിലവ് വന്ന് ഇത്ര തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡീസ് മൊത്തം ഞാൻ ഒന്ന് സെറ്റാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം ഗൈസ്. ഇതൊക്കെ നമ്മൾ ഏകദേശം ആ ഒരു സെക്ഷൻ എന്തായാലും ഫില്ലാക്കിയിട്ടുണ്ട്. എന്ന് സത്യം പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളതൊക്കെ എന്തായാലും സെറ്റാക്കിയിട്ട് ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ 2 ഷെൽഫിൽ ഒരു ഐറ്റത്തെ നമ്മൾ 2 ഷെൽഫിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സാധനങ്ങൾ പിന്നെ നേരത്തെ മറ്റേ ആൾക്കാർ നമ്മൾ കട അടക്കാൻ പറഞ്ഞിട്ട് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ടാണ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ഒക്കെ ഫില്ലാക്കാം. നമുക്ക് ഓർഡറിലാണ്ട് പോകാം, അതായിരിക്കും നല്ലത്. നമുക്ക് ഇനിയെന്താ ജനറലി പോയിട്ട് ഇവിടെ നമുക്ക് കുറേ സാധനങ്ങളുള്ളൂ ഇനി മേടിക്കാൻ. അത് നമുക്ക് എന്തായാലും മേടിക്കാൻ ഓയിൽ 2 വേണം. പിന്നെന്താ വേണ്ടത്, ബ്രെഡ് 2 വേണം. ഇത് 2 വേണം. പിന്നെ ഇത് 2 വേണം. ഇതാണ് നമ്മുടെ കടയായിട്ട് മെയിനായിട്ട് വിറ്റ് പോണ സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് അങ്ങനെ മേടിച്ച് വെക്കാം. ഇനിയെന്താ അങ്കിൾ ടോണി റൈസ് 2 മേടിക്കാം നമുക്ക്. ഓക്കെ, സെറ്റാണ്. 10 ഐറ്റം നമ്മൾ കറക്റ്റ് മേടിച്ചിട്ടുണ്ട്. $297 നമുക്ക്. നമ്മുടെ പൈസ ഒക്കെ എന്തായാലും തീർന്നുകൊണ്ടിരിക്കണം. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇത്ര സാധനം കറക്റ്റ് പോയി വെക്കണം. പിന്നെ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചില്ല, ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കാൻ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇതേപോലത്തെ നൈസ് ഗെയിം പ്ലേ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ. നമ്മളതൊക്കെ മാക്സിമം ചെയ്യണമായിരിക്കും. നമുക്കിനി കുറേ സാധനങ്ങൾ വെച്ച് തീർക്കാണ്ട് ആണ് വേറെ കാര്യം. ഓക്കെ, അങ്കിൾ ടോണി റൈസ് തന്നെ
ഞാൻ നമ്മുടെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരും. ഈ ഒരു ഭാഗം മൊത്തം സെറ്റാക്കിയിട്ട് നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷെൽഫ് ഓൾമോസ്റ്റ് ഫുള്ളുണ്ട് ഫില്ലാക്കി സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ഈ സാധനം ഇപ്പോൾ തന്നെ പോയി മേടിക്കുക. നമ്മുടെ ഷുഗർ നേരത്തെ പോയതല്ല, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മേടിക്കുക. 2 സെറ്റാണ്. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് തന്നെ കൊണ്ട് എടുത്ത് വെക്കാം. നമ്മുടെ റീസ്റ്റോക്കറിന് ഓഫാക്കിയിട്ട കാരണമാണ് ചങ്ങായി പണി എടുക്കാത്തത്. ഓക്കെ, നമുക്ക് ഇതിവിടെ ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതെന്തായാലും കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. ഒരു പെട്ടി കൂടി ഉണ്ട്. ഇതുകൂടി വെച്ചാൽ നമ്മുടെ ഈ ഒരു വലിയ ഷെൽഫ്, മെയിനായിട്ടുള്ള ഷെൽഫ് ഫുള്ള് ഫില്ലാവും. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ മെയിൻ ഷെൽഫ് എന്തായാലും നമ്മൾ ഫില്ലാക്കി എടുത്ത്, അത്ര മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഈ ഒരു ഷെൽഫിൽ നമ്മുടെ സിരിയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഷെൽഫിലാണ് കുത്തി കയറ്റുള്ളത്. അത് നമുക്ക് വേഗം പോയിട്ട് ഓർഡർ ചെയ്യാം. നമ്മൾ സ്വീറ്റ് ആൻഡ് സ്നാക്സിൽ തന്നെയാണ് അതുള്ളത്. നേരത്തെ നമ്മൾ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് മുട്ടായികൾ മാത്രം വെച്ചിട്ട് അതിക്ക് വെക്കാന്നുള്ള ഇതിലായിരുന്നു ഞാൻ. ഓക്കെ, ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇതുകൂടി ഓക്കെ, സെറ്റ്. ഇത്രയും സാധനങ്ങൾ മതി. $500 എല്ലാതും കൂടിയിട്ട്. അമ്മോ, നമ്മൾ ഏകദേശം $1000 നമ്മൾ ചിലവാക്കിയിട്ടാ. $1000 നമുക്ക് ചിലവായത് ഈ ഒരു ഷെൽഫും പിന്നെ ഈ ഒരു ഷെൽഫ് കൂടി ഇപ്പോൾ നമ്മൾ ഫില്ലാക്കും. ഈ 2 ഏരിയയും കൂടി നമുക്ക് ഏകദേശം $1000 ചിലവായിട്ടുള്ളത്. നമ്മൾ ഈ പൈസയുടെ കണക്കൊക്കെ നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അയ്യോ, ഇത് ഇവിടെ അല്ലല്ലോ വെക്കണ്ട്. ഒരു മിനിറ്റ് ഇരിക്കാൻ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റൂലേ? ഭാഗ്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂ. ഞാൻ വിചാരിച്ച പണിയായിന്ന്. ഓക്കെ, ഇങ്ങനെ ഇതിവിടെ വെക്കാം. ഇത്ര 7.5 മേലെ കിടക്കണേ, നമുക്ക് അത് തന്നെ ഇടാം. ഇതിന് മാർക്കറ്റ് പ്രൈസ് $6 നമുക്ക് 8 ഇടാൻ തോന്നുന്നു. 8 ഇടാം. നമുക്ക് പ്രോഫിറ്റ് പോയി. നമ്മൾ $2 നമ്മൾ പ്രോഫിറ്റ് ഇട്ടിക്കണത്. ഇത് നമുക്ക് മെല്ലനെ മാറ്റാം പ്രൈസ്. ഈ ഷെൽഫിക്ക് സാധനങ്ങൾ വെക്കണമെന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ടേസ്റ്റി സിരിയൽ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പേര് തോന്നുന്നത്. അതിനെ തോന്നുന്നു. എന്നെ ടേസ്റ്റി സീരിയൽ എന്നാണ് അതിമ എഴുതിയിട്ടുണ്ട്. ഓക്കെ, $100 നമുക്ക് കിട്ടിയിട്ട് ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കി. വെറുതെ $100. ഒക്കെ താങ്ക്സ്, ഇതെല്ലാം നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, നമ്മുടെ മറ്റേ സാധനം ചോപ്പിക് സീരിയലാണ്. അതിന് നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ടുപോയി വെക്കാം. ഇത് അത്യാവശ്യം നല്ല വിലയുള്ള സീരിയൽ കേട്ടോ. നമ്മുടെ കടയിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും വിലയുള്ള ഈ സീരിയലുകൾക്കാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, പാറ്റ് അങ്ങനെ എന്താണ് ആ സാധനത്തിന് പേര്. ആ ഒരു സാധനത്തിന് നല്ല പൈസയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സീരിയലിൻ്റെ സെക്ഷനിൽ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബോർഡ് ഞാൻ മേടിച്ചാട്ടെ. ഈ ബോർഡ് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ കണതിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് സൈൻ എന്ന് പറഞ്ഞ സാധനം മേടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രിഡ്ജും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. കാരണം ഇനി ഫ്രിഡ്ജിൽ നമ്മളെ കുറച്ച് പുതിയ സാധനങ്ങൾ വെക്കണം നമുക്ക്. അപ്പോൾ നമുക്കൊരു ഫ്രിഡ്ജ് എന്തായാലും ഒന്ന് ഓർഡർ ചെയ്ത് വെക്കണം. കാരണം ഫ്രിഡ്ജ് വെക്കണ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്രിഡ്ജ് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. $450 എങ്ങാണ്ടാണ് ഫ്രിഡ്ജിനുള്ളത്. നമുക്കതൊരു കാര്യം ചെയ്യും, ഫ്രിഡ്ജ് പെട്ടെന്ന് കൊണ്ട് നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, സെറ്റ്. നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിലും കുറച്ച് സെറ്റപ്പ് ആക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലത്തിന് നമുക്ക് പുതിയ ഐറ്റംസ് മാത്രമായിട്ട് ഇതിലുണ്ട് വെക്കാം. കാരണം ഫ്രിഡ്ജ് ഇങ്ങനെ കുറേ മേടിക്കണമെങ്കിൽ നമുക്ക് പിന്നെ പൈസ ഒന്നും അങ്ങനെ തികയില്ല. ബാക്കി കാര്യത്തിന് വേണ്ടി നമുക്ക് ബില്ലടക്കാനോട് ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ബില്ലുണ്ട് അടക്കാം. കണ്ടാ ബില്ല് റെൻറ്റ് $185, യൂട്ടിലിറ്റി $120. അപ്പോൾ രണ്ടും കൂടി എന്തായാലും ഒരു $300 വരും. $305 ഉണ്ട് രണ്ടും കൂടിയിട്ട്. നോക്കട്ടെ. ഓക്കെ, ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സെറ്റാണ്. $7.88 ഇതിന്. അപ്പോൾ നമുക്കൊരു $10 ഇടാം. $2 നമ്മൾ കൂട്ടിയിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല. $7.88 അല്ലേ, കുഴപ്പമില്ല തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെ ഇനി ഒരു 3 സാധനം കൂടി വെക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ക്വാളിറ്റി പോയിട്ടല്ലേ നമുക്ക് മേടിക്കാം. ഇതൊക്കെ ഉണ്ട് മേടിക്കാം. മോസറല്ല ചീസും പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടൊരു മെയിൻ സാധനമുണ്ട്. ജനറലിൽ തന്നെ നോക്കാം. മിൽക്കും വേണം. മിൽക്ക് നമ്മുടെ കടയിൽ ഇതുവരെ നമ്മൾ വിറ്റിട്ടില്ല. നമുക്ക് എപ്പോഴോ മുന്നേ കിട്ടിയാണ് ഇതിൻ്റെ ലൈസൻസൊക്കെ. പക്ഷേ നമ്മളിത് അങ്ങനെ വിറ്റിട്ടില്ല. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ കണ്ട മറ്റേ സോഡകളൊക്കെയാണ് ഫുള്ള് വെച്ചിട്ട് സാധനമില്ലാത്ത കാരണമാണ്. ഓക്കെ, ഇവിടെ അല്ലല്ലോ ഇത് വെക്കണ്ടേ, ഇത് ഫ്രിഡ്ജിലല്ലേ വെക്കേണ്ടപ്പോൾ. കാരണം നമുക്ക് തൽക്കാലത്തിന് ഇതോടെ വെക്കാം. ഇനിയിപ്പോൾ തോന്നുന്നത് ഷെൽഫിൽ വെക്കേണ്ട സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മിൽക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയല്ലേ വെക്കൽ. ഓക്കെ, ഇനി മോസറല്ല ചീസ് നമുക്കിനി ഇവിടെ വെക്കാം. ഓക്കെ, $4.52 എടുക്കുന്നത്. നമുക്കൊരു 6.5 ഇടാൻ തോന്നുന്നു. ഇട്ടോക്കാം.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് എന്തായാലും ഏകദേശം കുറച്ച് പുതിയ ഐറ്റംസൊക്കെ നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ $1100 നമുക്ക് എന്തായാലും 2 ഷെൽഫ് മേടിച്ചിടാം. എന്നിട്ട് ഈ മിൽക്കും സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ വെക്കാം. ഓക്കെ, $199 നമുക്ക് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇനി ഒരു മിൽക്ക് കൂടി വെക്കാം. മിൽക്കൊക്കെ അത്യാവശ്യം നല്ല വിറ്റ് പോകുമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അതുവരെ വിറ്റിട്ടില്ല, കാരണം അതൊക്കെ അല്ലേ മെയിൻ ആൾക്കാർ മേടിക്കുന്ന സാധനങ്ങൾ. തൽക്കാലത്തിന് നമ്മുടെ കടക്ക് ഇത്ര അപ്ഗ്രേഡേഷനൊക്കെ മതി തോന്നുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി വേണ്ട. നമ്മുടെ കടയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ ഫില്ലാക്കി ഒന്ന് ഓർഡറിൽ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ചെയ്ത പരിപാടി. ഓക്കെ, ഇനി ബാക്കി നമ്മുടെ കയ്യിൽ ഏകദേശം $454 ഉണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഇനി വിൽക്കൽ നമുക്ക് ഇനി അടുത്ത പാർട്ടിയിലാക്കാം. പറഞ്ഞവർ നമ്മൾ ഇത് ഫില്ലാക്കിയിട്ടില്ല. ഇതിന് വേണ്ട സാധനം നമുക്ക് ഇതിന് വേഗം പോയി മേടിക്കാം. നമ്മുടെ മെയിൻ സാധനങ്ങളാണ്. സോ അപ്പോൾ അത്രയുള്ള ഈ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാം. ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കട ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഈ ഒരു വീഡിയോ നമ്മുടെ കടയത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ഓർഡറിലാക്കി ഒന്ന് വെച്ച് അത്രയുള്ള നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പുതിയ എന്താണ് സാധനങ്ങളൊക്കെ നമ്മുടെ കടയൊക്കെ നമ്മൾ കൊടുന്ന് അത്രയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള. സോ അത്രയുള്ള ഈ വീഡിയോ. ആൻഡ് ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അടുത്ത പാർട്ടിയിലായിരിക്കും വരിക. സോ നിങ്ങൾ സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ ഞെക്കിയിട്ട് നിങ്ങൾ എന്തായാലും കാത്തിരുന്ന അടുത്ത പാർട്ടി നമുക്ക് ഇതൊക്കെ വിറ്റിട്ട് അത്ര പ്രോഫിറ്റ് കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. സോ അത്രയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാൻ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.